സുഹൃത്തുക്കളെ, എവിടെ തിരിഞ്ഞു നോക്കിയാലും യുദ്ധഭീതിയും യുദ്ധകോലാഹലവും ചർച്ചകളും പിന്നെ മഴ, പ്രളയം ഒക്കെ തന്നെ. മഴ ഇവിടെ ഇപ്പം നല്ല മഴയാണെങ്കിൽ ഞങ്ങൾക്ക് കറണ്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ വെളിച്ചമുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയാന്നേ ഉള്ളൂ. പിന്നെ ബാണാസുര സാഗർ ഡാം അടുത്താണ്. അതിൽ ഇപ്പോൾ ഷട്ടർ തുറക്കുമെന്ന് പറയുന്നത് കേൾക്കുന്നു. അതിൻ്റെ കൺട്രോൾ ഷാഫ്റ്റിൻ്റെ അടുത്താണ് അത്ര ഏറ്റവും കൂടുതൽ കേരളത്തിൽ മഴ പെയ്ത്ത് കിട്ടിയത് എന്ന് പറയുന്നു. അപ്പോൾ അതുടൻ തന്നെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ വെള്ളം ഒക്കെ പൊങ്ങിയേക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ യുദ്ധഭീതി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടല്ലോ. ഇസ്രായേൽ പക്ഷം, ഇറാൻ പക്ഷം, രണ്ട് പക്ഷവും കൂടിയുള്ള തമ്മിലടി. അപ്പോൾ ഏത് പക്ഷത്തിനാണ് രണ്ട് പക്ഷവും നമ്മുടെ സൗഹൃദ രാജ്യമാണെന്ന് എല്ലാവരും പറയുന്നു. അപ്പോൾ ഭാരതം ശക്തമായി നിന്നാൽ നമുക്ക് കൊള്ളാം. നമ്മൾ സാധാരണ പറയില്ല നാട്ടുഭാഷയിൽ, എനിക്ക് റേഷൻ അരി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാമെന്ന് പറഞ്ഞ പോലെ, നമുക്ക് ആയുധങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ശക്തിയായി നിൽക്കാം. നമുക്ക് സാമ്പത്തികമായ ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ ബലവാനായിട്ട് നിൽക്കും. ബലവാനോട് മാത്രമേ എല്ലാവരും ബന്ധുത്വത്തിന് ആഗ്രഹിക്കുകയുള്ളൂ. അപ്പോൾ അതിപ്പോൾ നമ്മൾ 2014 ശേഷം നമ്മൾ കണ്ടിട്ടുണ്ട്. ശക്തമായൊരു ഭരണകൂടവും ഈ ഒരു വികസനമൊക്കെ വന്നപ്പോൾ നമ്മൾ അംഗീകരിക്കപ്പെടുന്നതും, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ആയിട്ടുണ്ടെങ്കിലും അത് അംഗീകരിക്കപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ആയുധങ്ങളുടെ കാര്യത്തിലൊക്കെ ഇപ്പോൾ ഇസ്രായേലിലും ഇറാനിലൊക്കെ മിസൈലുകൾ വീഴുന്നു. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഒരു മിസൈൽ പോലും വീഴാതെ കാത്തുരക്ഷിക്കാൻ പറ്റുന്ന ഒരു ഭരണകൂടവും സൈന്യവും നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അഭിമാനവും ആശ്വാസവും ഒക്കെ. അത് നമ്മുടെ ഈ രാഷ്ട്രത്തെ പിടിച്ചു നിർത്തുന്നത് ഒരു ശക്തമായ ഭരണകൂടമാണിപ്പോൾ. അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ നൂറ്റാണ്ടുകളായി ഒഴുകി വന്ന ഒരു സാംസ്കാരിക ധാരയുണ്ട്. അപ്പം അതുകൂടെ നമുക്ക് ചൈതന്യം തരുന്ന ആ ഒരു സാംസ്കാരിക ധാരയെ പറ്റി കൂടി പറയാനാണ് ഞാൻ വന്നത്. അതിനെപ്പറ്റി പറയാനാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സോഷ്യൽ മീഡിയയിലിട്ട ഒരു പോസ്റ്റ് കണ്ടു. അത് പാലക്കാട് പട്ടാമ്പി ഓങ്ങല്ലൂർ തളി മഹാദേവ ക്ഷേത്രം, അതിനെക്കുറിച്ചുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് തന്നെ പൊൻതൂവൽ ചാർത്തിക്കൊണ്ട് അത് പുറപ്പെടുവിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട സാംസ്കാരിക ടൂറിസം വകുപ്പിൻ്റെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 1958 AMASR ആക്ട് പ്രകാരം, അതായത് അത് മോണ്യുമെന്റൽ ഈ പുരാവസ്തുക്കളൊക്കെ സംരക്ഷിക്കാനുള്ള ആ ആക്ട് പ്രകാരം ഈ ക്ഷേത്രം ഏറ്റെടുക്കാനും സംരക്ഷിക്കാനും ഒക്കെയുള്ള ഒരു വിജ്ഞാപനമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കേരളത്തിന് ഇത് വളരെ അഭിമാനകരമാണ്. ഈ ക്ഷേത്രം വളരെ പഴക്കമുള്ളതാണത്രേ. വളരെയേറെ നല്ല കൊത്തുപണികളുള്ള ആ ഒരു ക്ഷേത്രം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ ചരിത്ര പ്രാധാന്യം ഇനിയിപ്പോൾ ആ സാംസ്കാരിക വകുപ്പിലെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റൊക്കെ വന്ന് പരിശോധിച്ച് അതൊക്കെ നമുക്ക് ആ ചരിത്രങ്ങളെക്കുറിച്ചൊക്കെ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ പഴമയെപ്പറ്റിയും ഐതിഹ്യത്തെയൊക്കെ പറ്റിയൊക്കെ പറയുമ്പോൾ അത് പരശുരാമൻ്റെ കാലത്തോളം പോകുന്നുണ്ട്. ഇപ്പോൾ ഈ കേരളത്തിലെ 32 തളിക്ഷേത്രങ്ങളിൽ ഒന്നും സാമൂതിരിയുടെ 18 തളിക്ഷേത്രങ്ങളെ പ്രധാനപ്പെട്ട തളിക്ഷേത്രവുമാണത്രേ ഈ ക്ഷേത്രം. അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് എന്നാണ് പറയുന്നത്. പ്രധാന പ്രതിഷ്ഠയാണ് മഹാദേവൻ. അതുപോലെ ഉപദേവന്മാരായിട്ട് അയ്യപ്പൻ, അഷ്ടമിദേവര്, ഗണപതി, ദക്ഷിണാമൂർത്തി ഒക്കെ ഉണ്ടത്രേ. അപ്പൊ ഇത് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ പേരാമംഗലൂർ മന, പാലക്കാട്ട് മന, പുലച്ചേരി മന, എരണ്ടപ്പുറത്തുകാട്ട് മന, തമാനൂർ മന എന്നിവർ പാരമ്പര്യ ട്രസ്റ്റികളാണ്. അപ്പോൾ ഈ ക്ഷേത്രം ഞാൻ പറഞ്ഞല്ലോ പരശുരാമന്റെ കാലത്തോളം പഴക്കമുണ്ട്. അതാണ് പറയുന്ന ഐതിഹ്യം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന്റെ പാപഭാരങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് 21 വട്ടം ക്ഷത്രിയ നിഗ്രഹം കഴിഞ്ഞു വന്ന പരശുരാമൻ പാപഭാരം തീർക്കാനായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തളിക്ഷേത്രങ്ങൾ പ്രതിഷ്ഠ നടത്തി എന്നാണത്രേ അതിൻ്റെ ഒരു ഐതിഹ്യം. അതിൽ ഒരു പ്രധാനപ്പെട്ട തളിക്ഷേത്രമാണ് ഇത്. അപ്പൊ ഇത് ഈ ശില്പകലാ വൈഭവത്തിൻ്റെ ഒരു ഉജ്ജ്വല മാതൃകയാണ് ഈ ക്ഷേത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ അത്രയും നല്ലൊരു പാരമ്പര്യമുള്ള ഒരു കേരള വാസ്തു
ശില്പ പാരമ്പര്യം നമുക്കുണ്ട്. അതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്. നമ്മൾ അത്തരം മഹത്തായ പാരമ്പര്യങ്ങൾ വേണം ഉയർത്തിപ്പിടിക്കാൻ. പിന്നെ മറ്റു ചില നെഗറ്റീവ്സ് നമ്മുടെ ഒരു ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ഓൺലൈനായിട്ട് നമ്മൾ കാണുന്ന ഈ മന്ത്രതന്ത്ര വിൽപ്പന, അതുപോലെ ഇപ്പോൾ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ പൂജാരി അറസ്റ്റിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയും നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ഈ സാംസ്കാരിക പാരമ്പര്യത്തിലുണ്ട് എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഭക്തജനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ, ഉപാസന നടത്തുന്നവരെ ഇത് വേർതിരിച്ച് അറിയാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണം. കാരണം കച്ചവടം നടത്തുന്നവരെയും പാരമ്പര്യം സംരക്ഷിക്കുന്നവരെയും വേർതിരിച്ച് അറിഞ്ഞേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പല കുമ്പിടികളുണ്ട്. തന്ത്രം, ശാക്തേയം, കൗളം, താര, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരുണ്ട്. ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. പല പല സംഗതികൾ നമ്മൾ ന്യൂസിൽ കൂടെയും പല കേന്ദ്രങ്ങളെ പറ്റിയുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ സ്ത്രീ ഇപ്പോൾ എന്തോ അവരുടെ ഭർത്താവില്ലാത്തൊരു സ്ത്രീ അവർക്കുള്ള എന്തോ വിശ്വാസത്തിന്റെ പേരിൽ ആ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ആ പൂജാരി ചെയ്തത് എന്താന്ന് വെച്ചാൽ അവരെ എന്തൊക്കെയോ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ചാത്തൻ പൂജ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുകയോ വീഡിയോ എടുക്കുകയോ ബ്ലാക്ക് മെയിൽ ചെയ്യുകയോ സെക്ഷലായിട്ട് അവരെ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്തു എന്നുള്ളതാണ് കേസ്. അപ്പോൾ പൂജാരി അറസ്റ്റിലായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുമ്പിടികൾ ഒരുപാടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള ക്ഷേത്രങ്ങൾ, പൈതൃകമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് തന്നെ എത്താനും അവർ പറയുന്നത് എന്താണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാനും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വെക്കുമ്പോൾ അതിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണം. കാരണം നമ്മുടെ മൂർത്തികൾ ആരും ഗുണ്ടകളല്ല. നമ്മൾ പറയുന്നവരെ പോയി തല്ലാനുള്ളവരോ അല്ലെങ്കിൽ നമുക്ക് കുറെ സമ്പത്ത് ഉണ്ടാക്കി തരാനുള്ളവരോ ഒന്നുമല്ല എന്നുള്ളൊരു ബോധ്യം ഹിന്ദു സമൂഹത്തിന് ഉണ്ടാവണം. അല്ലെങ്കിൽ തന്നെ ജാതിൻ്റെ പേരിലും നമ്പൂരിന്നും ദളിത്തെന്നും നായരെന്നും തീരെന്നും പറഞ്ഞ് അടിച്ചു നിൽക്കുന്ന നമ്മളെ മുതലാക്കാൻ ഒരുപാട് പേരുണ്ടാവും. പല പാരമ്പര്യങ്ങളും പറഞ്ഞ് പലരും വരും. അപ്പോൾ നമ്മുടെ എല്ലാ പാരമ്പര്യങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്കാണ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി നമ്മുടെ ഉപാസനാമൂർത്തിയെ നമ്മൾ തന്നെയാണ് അത് പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ വഴിയിലൂടെയാണ്. അല്ലാണ്ട് ഇപ്പോൾ ഇത് ഓൺലൈനായിട്ട് മൂർത്തികളെ മുറിച്ച് വിൽക്കുന്നവിടത്തേക്ക് നമ്മൾ എത്തിച്ചേരരുത്, വെറുതെ പൈസ കൊടുക്കരുത് എന്നൊക്കെയുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം. സ്ത്രീകൾ പ്രത്യേകിച്ചു പോയിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ തലവെക്കരുത്. അപ്പോൾ ഇങ്ങനെ മഹത്തായ കാര്യങ്ങൾ നമ്മുടെ ഈ ക്ഷേത്ര പാരമ്പര്യത്തിലും സാംസ്കാരിക പാരമ്പര്യത്തിലും ഒക്കെ സംഭവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചതികളും നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് പണ്ട് നാമം ചൊല്ലുമ്പോൾ അമ്മമാര് പറഞ്ഞു തരുമല്ലോ, നല്ലവണ്ണം വരുത്തേണം വല്ലവണ്ണവും ഉമാപതേന്ന്. അതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം ഹിന്ദു സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിന് ഒന്നും ചതി പറ്റാതെ വീഴ്ച വരുത്താതെ നല്ലവണ്ണം വരുത്തേണേ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. രാഷ്ട്രായ സ്വഹ ഇദം നമഃ.